സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 8 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 5, ഷോർട്ട് ലിസ്റ്റ് 1 ഉൾപ്പെടെ 6 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് വർക്കർ പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് 3 പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി നമ്പർ 66/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സൂപ്പർവൈസർ ICDS കാറ്റഗറി നമ്പർ 149/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി നമ്പർ 104/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി നമ്പർ 103/2022. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 592/2022. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന തസ്തികയുടെ 19/2/2024 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒറ്റത്തവണ സർട്ടിഫിക്കറ്റ് പരിശോധന പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് 29/2/2024 രാവിലെ 10:30 മുതൽ നടക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്ത അസൽ സർട്ടിഫിക്കറ്റുമായി അന്നേ ദിവസം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് GR10 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464338. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സ്റ്റെനോഗ്രാഫർ കാറ്റഗറി നമ്പർ 20/2019. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ സ്റ്റെനോഗ്രാഫർ കാറ്റഗറി നമ്പർ 20/2019 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 6/3/2024, 7/3/2024 എന്നീ തീയതികളിൽ രാവിലെ 9:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിലായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആയതിൻ്റെ മുന്നോടിയായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന അന്നേ ദിവസം രാവിലെ 8 മണിക്കും 10 മണിക്കും നടത്തുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ സ്വന്തം പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തി വിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ, ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ചത്, തിരിച്ചറിയൽ രേഖ, ഇൻ്റർവ്യൂ മെമ്മോ എന്നിവ സഹിതം ഇൻ്റർവ്യൂ മെമ്മോയിൽ പറയുന്ന സമയത്തും തീയതിയിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 പ്രോസ്തെറ്റിക്സ്, ഓർത്തോട്ടിക്സ്, ലെതർ വർക്ക്സ് കാറ്റഗറി നമ്പർ 484/2020. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലേക്ക് ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് കാറ്റഗറി നമ്പർ 503/2019. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 44 ലിസ്റ്റിലാകെ 50 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. പത്തനംതിട്ട ജില്ലയിൽ നിന്നും വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. പത്തനംതിട്ട ജില്ലയിൽ നിന്നും വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.